നോഹ ആരാണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം നൽകുന്ന വളരെ ശക്തമായ ഒരു മറുപടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്താണ് ആ വാക്യത്തിൽ പറയുന്നത്? ഒന്നുകൂടി ഒന്ന് വായിച്ചേ. മതി. 3 കാര്യങ്ങൾ ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, നോഹ ആരായിരുന്നു? നീതിമാനായിരുന്നു. ആരാണ് ഈ നോഹയെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത്? സർവശക്തനായ ദൈവം തന്നെയാണ് നോഹയെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത്. നമ്മൾ ഓർക്കണം, ഏതെങ്കിലും മനുഷ്യനല്ല നോഹയെക്കുറിച്ച് ഇപ്രകാരം നല്ല ക്വാളിഫിക്കേഷൻസിന് ഉള്ള ആ ഗുണവിശേഷങ്ങളെ കുറിച്ച് സാക്ഷ്യം പറയുന്നത്. ദൈവം തമ്പുരാൻ നേരിട്ട് പറയാണ്. നോഹയുടെ കാലഘട്ടത്തിൽ എല്ലാവരും പാപം ചെയ്ത്, ദുഷ്ടത ചെയ്ത്, അകൃത്യം ചെയ്ത്, ഏറ്റവും മോശപ്പെട്ട ജീവിതത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ ദൈവത്തിന് മനുഷ്യനെ നിർമ്മിച്ചത് കൊണ്ട് തൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഒന്നുകൂടി പറഞ്ഞാൽ, മനുഷ്യനെ നിർമ്മിച്ചത് കൊണ്ട് ദൈവം അനുതപിച്ചെന്ന്, അങ്ങനൊരു വാക്കാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, സകല സൃഷ്ടികളും ദൈവം സൃഷ്ടിച്ചപ്പോൾ നല്ലത്, ഇതൊക്കെ നല്ലത്, ദൈവത്തിന്റെ സൃഷ്ടികളെല്ലാം നല്ലതെന്നാണ് പറഞ്ഞത്. അതേ ദൈവത്തിന് അനുതപിക്കേണ്ടി വന്നു, സങ്കടപ്പെടേണ്ടി വന്നു, ദുഃഖിക്കേണ്ടി വന്നു. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ പോക്ക് കണ്ടിട്ട് മനുഷ്യനായി ജീവിക്കേണ്ടതിന് പകരം മൃഗതുല്യമായിട്ട് പാപത്തിന്റെ തിമിർപ്പിൽ മാനവലോകം ജീവിക്കുന്നത് കണ്ടിട്ട് ദൈവം അനുതപിച്ചു. ദൈവം ഒരു തീരുമാനം എടുത്തു. ഞാൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെയും നശിപ്പിച്ചു കളയും എന്ന് ദൈവം അവിടെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ദൈവത്തിന്, അങ്ങനെയൊക്കെ ദൈവം ചിന്തിക്കുമ്പോൾ പറയുമ്പോഴാണ് നോഹ എന്നൊരു മനുഷ്യനെ കുറിച്ച് ദൈവത്തിന്റെ ഒരു വിശുദ്ധ സാക്ഷ്യം. നോഹ ആ കാലഘട്ടത്തിൽ, ആ തലമുറയിൽ, ആ വഷളായ തലമുറയിൽ അദ്ദേഹം എങ്ങനെ ജീവിച്ചു? നീതിമാനായിട്ട് ജീവിച്ചു. ഇന്ന് പല ആൾക്കാരും പറയും, അവിടെ പോയാൽ, ആ ആൾക്കാരുടെ കൂട്ടത്തിൽ ചേർന്നാൽ, ജോലി ചെയ്താൽ ദൈവഭക്തിയോടെ ജീവിക്കാൻ പറ്റുമോ? അവരെല്ലാം ദുഷ്ടന്മാരല്ലേ, പാപികളല്ലേ, അവരോടൊപ്പം ജീവിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് ഭക്തിയോടെ ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ തെറ്റിപ്പോയത്, ഞാൻ ബലഹീനനായി പോയത്. നോ എക്സ്ക്യൂസ്. അങ്ങനെയെങ്കിൽ നോഹയ്ക്കും തെറ്റിപ്പോകായിരുന്നു. അന്ന് കൃപയുടെ സുവിശേഷമില്ലായിരുന്നു, ദൈവസഭയുടെ പ്രവർത്തനമില്ലായിരുന്നു, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്ന നിലയിൽ വന്നിട്ടുമില്ലായിരുന്നു. ആ കാലഘട്ടത്തിലാണ്, ആ വഷളായ സകല മനുഷ്യരും പാപത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ നീതിയോടുകൂടെ ജീവിച്ചത്. നമുക്ക് എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് ദൈവം മുമ്പാകെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇന്ന് ഓരോ ആളുകളും അവർക്ക് വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. അതങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ് ജീവിക്കാൻ പറ്റാത്തത്. ഒരു ദൈവത്തിന്റെ മുമ്പാകെ ഒരു പരിപാടി നടക്കില്ല. നോഹയ്ക്ക് ആ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ നീതിമാനായി ജീവിക്കാൻ പറ്റിയെങ്കിൽ എനിക്ക് നിങ്ങൾക്കും പറ്റും. നമുക്ക് നീതിയോടെ ജീവിക്കാൻ പറ്റും, നിശ്ചയമായി ഉറപ്പാണ്. ആ മനുഷ്യൻ നീതിമാനായിരുന്നു. നീതിമാനായിരുന്നതിനെ കുറിച്ച് ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും മകനാണെങ്കിലും മകളാണെങ്കിലും സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ, ദൈവഭക്തിയോടെ ജീവിച്ചില്ലെങ്കിൽ കൂട്ടായ്മയില്ലെന്നങ്ങ് പറഞ്ഞേക്കണം. എന്നെക്കാൾ അധികമായി നിന്റെ അപ്പനെയോ അമ്മയെയോ മകനെയോ മകളെയോ നിന്റെ സഹോദരനെയോ സഹോദരിയോ നീ നിന്നെ തന്നെയോ
നീ പ്രിയപ്പെടുന്നുവെങ്കിൽ നീ എനിക്ക് യോഗ്യനല്ല. കർത്താവ് അതാണ് പഠിപ്പിച്ചത്. തെറ്റ് തെറ്റാണെന്ന് പറയണം, ശരി ശരിയാണെന്ന് പറയണം. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ ശത്രു ഒരു ശരി ചെയ്താൽ പോലും നമ്മളത് മറച്ചു വെക്കാതെ ശരി ശരിയെന്ന് പറയണം. അവൻ ശത്രുവാണെന്ന് പറഞ്ഞ് അവനൊരു ശരി ചെയ്തിട്ട് നമ്മളതിന് മറച്ചു പിടിക്കരുത്. അതൊരു നീതിമാന്റെ സ്വഭാവമല്ല. നോഹ നീതിമാനായിരുന്നു. രണ്ടാമത് ആ വാക്യത്തിൽ ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, അവനൊരു നിഷ്കളങ്കനായിരുന്നു, ഇന്നസെന്റ് ആയിരുന്നു, കളങ്കമില്ലാത്തവനായിരുന്നു. നോഹയ്ക്കും അന്നത്തെ ആളുകളെ പോലെ എല്ലാ പാപവും ചെയ്ത് ജീവിക്കായിരുന്നു. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നോഹയ്ക്കുണ്ടായിരുന്നു. പക്ഷെ നോഹ പാപത്തിന്റെ പുറകെ പോയില്ല, ദുഷ്ടതയുടെ പുറകെ പോയില്ല, ലോകം പോകുന്നതിന്റെ പുറകെ അദ്ദേഹം പോയില്ല. അദ്ദേഹം ദൈവത്തിന്റെ പുറകെ പോയി, നിഷ്കളങ്കനായിട്ട് അദ്ദേഹം ജീവിച്ചു. ഇന്നത്തെ പോലെ നമുക്ക് ഗൈഡൻസ് കാണിക്കുവാൻ ബൈബിളൊന്നും ആ കാലഘട്ടത്തിൽ ഇല്ല, പറഞ്ഞു തരാൻ ആരുമില്ല. ആ ഒരു അവസ്ഥയിൽ പോലും നോഹ നിഷ്കളങ്കനായി ജീവിച്ചു എന്ന് പറയുമ്പോൾ, ഇന്ന് ദൈവകൃപയിൽ ജീവിക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ജീവിക്കാതെ പാപം ചെയ്ത് ജീവിക്കുന്നവർ എന്തു പറഞ്ഞാലും ദൈവം അത് അംഗീകരിക്കോ? ദൈവം ഒരിക്കലും അംഗീകരിക്കില്ല. നോഹ നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. മൂന്നാമത്തെ കാര്യം പറഞ്ഞു, അവൻ ദൈവത്തോടുകൂടെ നടന്നു. ഒന്നോർത്തെ, ദൈവത്തോടൊപ്പം നടന്നു. ദൈവത്തെ കാണാൻ പറ്റോ? കണ്ണുകൊണ്ട് കാണാൻ പറ്റോ? ദൈവം അദൃശ്യനല്ലേ, ആത്മാവല്ലേ? ആ അദൃശ്യനായ ആത്മാവായ ദൈവത്തെ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ദൈവത്തോടൊപ്പം നിരന്തരം നടന്ന ഒരു ഭക്തിയുള്ള മനുഷ്യൻ. പുതിയ നിയമം അതല്ലേ പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല. ഈ ജഡത്തിന് കുറെ ദുർമോഹങ്ങളുണ്ട്. അത് നിവർത്തിക്കാതിരിക്കണമെങ്കിൽ, അത് ചെയ്യാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തോടൊപ്പം നമ്മൾ നടക്കുക. നോഹ നടന്നു, ദൈവത്തോടൊപ്പം നടന്നു. അന്ന് എല്ലാവർക്കും നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു, ദൈവത്തോടൊപ്പം നടക്കാൻ. പക്ഷേ നോഹ മാത്രം നടന്നു. അത് ദൈവം തന്നെ ദാസനിലൂടെ എഴുതി വെച്ചു. നോഹ എന്ന മനുഷ്യനെ കുറിച്ച് ദൈവം പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നോഹ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദൈവത്തോടൊപ്പം നടന്നവനായിരുന്നു. നമ്മളെക്കുറിച്ച് ഇങ്ങനൊരു സാക്ഷ്യം പറയോ? ദൈവത്തിന് പറയാൻ പറ്റുമോ? നമ്മളെല്ലാവരും കഴിവിന്റെ പരമാവധി ഒക്കെ മര്യാദക്കൊക്കെ ജീവിക്കുന്നവരാണ്. നമ്മളെക്കുറിച്ച് നമ്മളല്ല സ്തുതി പറയേണ്ടത്, ഇല്ലേ? ഇന്ന് പലപ്പോഴും അതാ കാണുന്നത്. നമ്മളെക്കുറിച്ച് സ്തുതി പറയുന്നത്, നമ്മളെക്കുറിച്ച് പുകഴ്ച പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളല്ല, മറ്റൊരുവൻ നമ്മളെക്കുറിച്ച് പറയണം. എപ്പോഴാണ് നമ്മളെക്കുറിച്ച് നന്മ പറയേണ്ടത്? ഇന്ന് പലരും ചെയ്യുന്നതെന്നറിയാമോ? ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ഭയങ്കര പ്രശംസ പറയും. ഇയാളെപ്പോലെ നിഷ്കളങ്കനായ, നിർമ്മലനായ, പരിശുദ്ധനായ ഒരു മനുഷ്യൻ പോലെ. അതിന് വീട്ടുകാർ ചെട്ടിക്കൊണ്ടിരിക്കുന്നു. ഓ ദൈവമേ, വീട്ടുകാർക്കറിയാം ഇയാൾ ആരാണെന്ന്, ഈ പറയുന്നവനറിയാം ഇയാൾ ആരാണെന്ന്. എന്നാൽ ആൾക്കാരൊക്കെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി പൊക്കി പറയാൻ. മരിച്ച മനുഷ്യനെ കുറിച്ച് എത്ര പൊക്കിട്ടെന്താ കാര്യം? ഇനി ഒരു പക്ഷെ ആ മനുഷ്യൻ അവിടെ നിന്നും ഉയർത്തെഴുന്നിട്ട് വരികയാണെങ്കിൽ ഇവന്റെ പ്രശംസ കേട്ടിട്ട് ഒന്നും കൂടി അവൻ വീണ് അവിടെ കിടത്തിയാവും. എന്നെ കുറിച്ച് തന്നെയാണോ ഇത് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു നന്മയെക്കുറിച്ച് നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ സഭയിലുള്ളവർ, നമ്മുടെ പരിചയമുള്ളവർ, നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞ ശേഷമല്ല പറയേണ്ടത്. ജീവനോടിരിക്കുമ്പോൾ നല്ല സാക്ഷി അവരെ കുറിച്ച് പറയണം. അവരൊന്ന് പ്രശംസിക്കണമെന്നേ, അവരൊന്ന് അഭിനന്ദിക്കണം. ഭാര്യമാര് നല്ല കറികളൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ഭർത്താക്കന്മാരായിരിക്കുന്ന ഞങ്ങൾ എന്ത് പറയണം? നല്ല കറിയാണ് പറയണം, ന്യൂനതയും പറയണം. ഇച്ചിരി ഉപ്പ് കൂടിയിട്ടുണ്ട് എങ്കിലും കൊള്ളാം പറയണം. അപ്പോൾ ആ ഭാര്യക്കൊരു എൻകറേജ്മെന്റ് ആവും. ഭർത്താവ്, ഞാൻ ഉണ്ടാക്കി കൊടുത്ത കറിയെക്കുറിച്ച് ഇതിലും നല്ലത് ഉണ്ടാക്കണമെന്ന് തോന്നും.
മരിച്ചു കഴിഞ്ഞിട്ടൊന്നും അല്ല അഭിനന്ദിക്കുന്നത്, ജീവനോടിരിക്കുമ്പോൾ പറയണം.